ഹരി ഓം. ഇന്ന് പറയാൻ പോണ കഥ നാരദൻ്റെ പാട്ടും ഹനുമാൻ്റെ പാട്ടും ഉള്ള ഒരു കഥയാണ്. ഹനുമാൻ പാട്ട് പാടിക്കൊണ്ട് ഒരു പാറപ്പുറത്തിരിക്കുമ്പോൾ നാരദനൊരു വിചാരമുണ്ട്, ഞാനാണ് ലോകത്തേക്ക് വെച്ച് പാട്ടുകാരെന്ന്. അപ്പോൾ ഇത്രയും നന്നായിട്ട് ആരാ പാടണേ, ഒരേ നാമം മാത്രമേ പാടുന്നുള്ളൂ, അത് ആരാണ് നോക്കട്ടെ എന്നും പറഞ്ഞ് നാരദൻ അവിടെ വന്നപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇതെന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. പല്ലവി അനുപല്ലവി ചരണമൊന്നുമില്ല, ഇതെന്നെ മൂപ്പർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ അതേ പറഞ്ഞു, മൂപ്പരും അതിൽ ലയിച്ചു പോയി. ആരെ? നാരദർ. മൂപ്പരും ഭക്തനാണല്ലോ. അപ്പോൾ ഈ നാരദൻ്റെ കയ്യിലൊരു വീണയുണ്ട്. ആ വീണ പാറയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് ഈ പാട്ട് കേട്ടത്. കുറേ നേരം പാട്ടിൽ ലയിച്ചിരുന്നു. പാറ അങ്ങനെ ദ്രവിച്ച് ഈ വീണ അതിൽ ഒട്ടിപ്പിടിച്ചു. അവസാനം ഹനുമാൻ പാട്ട് നിർത്തി, എനിക്ക് പാടാനൊന്നും അറിയില്ല, ഞാനിങ്ങനെ ഭഗവാനെ വിളിക്കും, എനിക്ക് അതാണ് ആനന്ദം, രാമ എന്നുള്ളത് കേട്ടാൽ എനിക്ക് എല്ലാം മറക്കും, പിന്നെ ഞാൻ അവിടെ എത്തും. അപ്പം അതേപോലെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ പണി, അല്ലാതെ എനിക്ക് വേറെ യാതൊന്നും ജീവിതത്തിലില്ല പറയും. എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഞാനാണ് ഏറ്റവും വലിയ പാട്ടുകാരെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാടും, പക്ഷേ ഈ ഒരേ പല്ലവി എന്നെ ഇങ്ങനെ പാടി 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 ഇങ്ങനെ മനസ്സിനെ ആകർഷിക്കണ ഒരു പാട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വീണ എടുക്കാൻ നോക്കുമ്പോൾ വീണ എടുത്താൽ കിട്ടുന്നില്ല. അതെന്തായാലും വീണ എടുത്താൽ കിട്ടാത്ത, പാറയിൽ എങ്ങനെയോ ഉറച്ചു പോയി വീണ. അപ്പോൾ ഇനി എങ്ങനെ ഇപ്പോൾ ഇത് എടുക്കുക? ഇനിയിപ്പോൾ ഈ പാറ ലയിക്കണമെങ്കിൽ ഹനുമാൻ തന്നെ പാടണം. പിന്നെ ഹനുമാൻ ദേവമാരി ഹരേ രാമ പാടിയപ്പോൾ പാറ ലയിച്ച് നാരദരാ വീണ എടുത്തിട്ട് പോയി. അപ്പോൾ ഈ ഭക്തിയാണ് ഏറ്റവും വലുത്. അപ്പോൾ നാരദന് ഒരു വിചാരമുണ്ട്, പാട്ടുകാരനും ഭക്തനും എല്ലാം ഞാനാണെന്ന്. പിന്നെ എപ്പോഴും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടാണ് നാരദൻ്റെ ഇത്. ആ വീണത്തെ ഒന്ന് കമ്പി തൊട്ടാൽ തന്നെ നാരായണ എന്ന് കേൾക്കും. അപ്പോൾ അങ്ങനെ മൂപ്പരാണെങ്കിൽ രാമ രാമാനും, രണ്ടാളും ഭക്തന്മാർ തന്നെയാണ്. പക്ഷേ ഹനുമാന് അഹങ്കാരോ ഞാനാ വലുതെന്നുള്ള വിചാരമില്ല. ഈ എല്ലാ ആൾക്കാരിലും വെച്ചിട്ട് ഹനുമാനാണ് നല്ലൊരു ദൂതനാണ്, നല്ലൊരു ഭക്തനാണ്, നല്ലൊരു ദാസനാണ്. എല്ലാം കൊണ്ടും ഹനുമാൻ എല്ലാവർക്കും കലിയുഗത്തിൽ ഇപ്പോഴും ഉണ്ട്. രാമാൻ എവിടെ വിളിക്കണോ ഹനുമാൻ അവിടെ എത്തും. അതുകൊണ്ട് നമ്മളെ എല്ലാ വീടുകളിലും രാമനാമം ജപിച്ച ഹനുമാൻ അവിടെ എത്തും. ഹനുമാൻ അവിടെ എത്തിയാൽ നമുക്ക് അവിടെ ഒരു ആപത്തും ഉണ്ടാവില്ല.